ശാന്തി 8/3/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 18/1/2009 മധുബൻ. 40 വർഷത്തെ അവ്യക്ത പാലനയുടെ റിട്ടേൺ. 4 കാര്യങ്ങൾ. ശുഭചിന്തകൻ ആകൂ, ശുഭചിന്തനം ചെയ്യൂ, ശുഭവൃത്തിയിലൂടെ ശുഭ വായുമണ്ഡലം ഉണ്ടാക്കൂ, കൂടാതെ സീറോയുടെയും ഹീറോയുടെയും സ്മൃതിയിൽ ഇരിക്കൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള തൻ്റെ സേവനത്തിൻ്റെ സഹചാരികളായ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുവാൻ വന്നിരിക്കുന്നു. ആദിയിലെ സേവനത്തിൻ്റെ സഹചാരികളും ഒപ്പം മറ്റുള്ളവരും സേവനത്തിൻ്റെ സഹചാരികളായി വളരെ നല്ല സേവനത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദ തൻ്റെ സഹചാരികളെ കണ്ട് സന്തോഷിക്കുകയാണ്. ഹൃദയത്തിൽ ഈ ഗീതം പാടിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, എൻ്റെ വിശ്വപരിവർത്തനത്തിൻ്റെ സേവനത്തിൻ്റെ കൂട്ടുകാരെ, ആഹാ. ഇന്ന് അമൃതവേള മുതൽ 4 ഭാഗത്തും സ്നേഹത്തിൻ്റെ മാലകൾ ബാബ്ദാദ ധരിക്കുകയായിരുന്നു. 3 പ്രകാരത്തിലുള്ള മാലകളുണ്ടായിരുന്നു. ഒന്ന് ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെതും ആയിരുന്നു. രണ്ടാമത്തേത് വേർപെട്ടിരിക്കുന്ന ബന്ധനത്തിലുള്ള ബന്ധനസ്ഥരായ ഗോപികമാരുടേതായിരുന്നു. അവരുടെയും മാലകളുണ്ടായിരുന്നു. എന്നാൽ തിളങ്ങുന്ന അമൂല്യമായ കണ്ണുനീരിൻ്റെ മാലയുമായിരുന്നു. ഓരോരോ കണ്ണുനീർ മണിയും മുത്തിന് സമാനം തിളങ്ങുന്നുണ്ടായിരുന്നു. 3-ാമത്തെ മാല ചില കുട്ടികളുടെ പരാതികളുടേതായിരുന്നു. ഇന്ന് അമൃതവേള മുതൽ എല്ലാവരിലും വിശേഷിച്ച് സ്നേഹം അലിഞ്ഞിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ടായിരുന്നു. ബാബ്ദാദ വിരാട് രൂപം പോലെ കൈകൾ വിടർത്തി എല്ലാ കുട്ടികളെയും കൈകളിൽ ഒതുക്കി. അതേപോലെ ഇന്നത്തെ ദിവസം സ്നേഹത്തോടൊപ്പം സർവ പവേഴ്സിൻ്റെയും വിൽ നൽകുന്നതിൻ്റേതുമായിരുന്നു. ഒരു പുത്രിയുടെ കയ്യിൽ കൈ പിടിച്ച് ഒപ്പം എല്ലാ കുട്ടികൾക്കും, ശക്തിസേനയ്ക്കും പാണ്ഡവർക്കും വിൽ പവേഴ്സിൻ്റെ വിൽ നൽകി. ബാബ്ദാദ കണ്ടു പല കുട്ടികളും പാണ്ഡവരും ശക്തികളും ഗുപ്തരൂപത്തിൽ അന്തർമുഖിയായി പുരുഷാർത്ഥത്തിൽ തീവ്രഗതിയോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറമേ കാണപ്പെടുന്നില്ല, എന്നാൽ നല്ല പുരുഷാർത്ഥിയാണ്. ബാബ്ദാദ ഇന്ന് എല്ലാ കുട്ടികളുടെയും വിശേഷ രൂപം കണ്ടു. സ്നേഹത്തിൻ്റെ സബ്ജക്റ്റ് എല്ലാവരുടെയും മുഖത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജ്ഞാനി ആത്മാക്കളായ കുട്ടികളാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ സബ്ജക്റ്റ് ആവശ്യമാണ്. കാരണം സ്നേഹിക്ക് പ്രയത്നം കുറവായിരിക്കും. സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ സഹജമായിരിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ ശക്തി എങ്ങനെയുള്ള പർവ്വതം പോലെയുള്ള സമസ്യയും ആയിക്കൊള്ളട്ടെ, പർവ്വതത്തെയും പഞ്ഞിയാക്കി മാറ്റുന്നു. പർവ്വതത്തെയും ജലം പോലെ ലഘൂകരിക്കുന്നു. സ്നേഹം ഒരു ഛത്രഛായയാണ്. ഛത്രഛായ കാരണം അവർ സദാ സേഫ് ആയിരിക്കുന്നു, സഹജമാകുന്നു. സ്നേഹത്തിലൂടെ പരമാത്മാവിനെ അഥവാ ഭഗവാനെ പോലും തൻ്റെ കൂട്ടുകാരനാക്കി മാറ്റുന്നു. ആ സ്മാരകമാണ് ഖുദാ ദോസ്തിൻ്റെ. ഖുദാ അതായത് ദൈവത്തെ കൂട്ടുകാരനാക്കി ഏതൊരു സമസ്യയെയും സൗഹൃദത്തിൻ്റെ ബന്ധത്തിലൂടെ സഹജമാക്കി മാറ്റുന്നു. ബാബയെ തൻ്റെ കൂട്ടുകാരനാക്കി മാറ്റുന്നു. ജ്ഞാനം ബീജമാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ ജലം ബീജത്തിൽ പ്രാപ്തിയുടെ ഫലം ചേർക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയുടെ സ്നേഹികളായ കുട്ടികൾ ബാബയെ ഓർമ്മിക്കുന്നത് പ്രയാസമായി കരുതുന്നില്ല.
എന്നാൽ മറക്കുന്നതാണ് പ്രയാസം എന്ന് കരുതുന്നു. സ്നേഹിക്ക് ഒരിക്കലും സ്നേഹത്തെ മറക്കുവാൻ സാധിക്കില്ല. എൻ്റെ ബാബ എന്ന് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തോടെ പറഞ്ഞു. സർവ ഖജനാവുകളുടെയും താക്കോൽ ലഭിക്കുന്നു. അപ്പോൾ ബാബ് ദാദ രണ്ടുപേരും ഇങ്ങനെയുള്ള സ്നേഹിയായവരുടെ മുന്നിൽ ബാബ് ദാദയും ഹാജരാകുന്നു. എല്ലാവരും ഓർമ്മിക്കുന്നു. എന്നാൽ ചിലർ ഒരൽപ്പം പ്രയത്നത്തോടെയാണ് ചെയ്യുന്നത്. എന്നാൽ ചിലർ സദാ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലവ്ലീൻ ആയിരിക്കുന്നു. ലോകത്തുള്ളവർ പറയുന്നു ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു എന്ന്. എന്നാൽ ആത്മാവ് പരമാത്മാവിൻ്റെ സ്നേഹത്തിൽ ലവ്ലീൻ ആവുകയാണ് ചെയ്യുന്നത്. ലയിക്കുന്നില്ല, ലവ്ലീൻ ആകുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുന്നതിൻ്റേതാണ്. പ്രയത്നം സമാപ്തമായി സ്നേഹത്തിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു. അപ്പോൾ ബാബ് ദാദ എല്ലാ കുട്ടികളുടെയും റിസൾട്ടും കണ്ടു. മെജോറിറ്റിയും ഹോംവർക്ക് ചെയ്തു. ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ ലക്ഷ്യം വീണ്ടും വീണ്ടും റിവൈസും ചെയ്തു, റിയലൈസും ചെയ്തു. 75% കുട്ടികളുടെയും റിസൾട്ട് നല്ലതായിരുന്നു. ബാബ് സമാൻ ആവുക തന്നെ വേണം. എന്തു തന്നെ കൊടുങ്കാറ്റുകൾ വന്നാലും ശരി. കലിയുഗത്തിൻ്റെ സമാപ്തിയുടെ സമയമാണ്. അപ്പോൾ കൊടുങ്കാറ്റുകൾ വരും. പരിവർത്തനത്തിൻ്റെ സമയമാണല്ലോ. എന്നാൽ കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് കൊടുങ്കാറ്റ് എന്താണ്? കൊടുങ്കാറ്റ് കൊടുങ്കാറ്റല്ല, എന്നാൽ സമ്മാനമാണ്. കാരണം ബാബ് ദാദയുടെ വരദാനത്തിൻ്റെ കൈ എല്ലാ പുരുഷാർത്ഥികളായ കുട്ടികളുടെയും ശിരസിലുണ്ട്. ആരാണോ ദൃഢസങ്കല്പത്തിൻ്റെ, അതായത് ദൃഢതയുടെ താക്കോൽ കാര്യത്തിൽ ഉപയോഗിച്ചത്, അവർ ഇപ്പോഴത്തെ റിസൾട്ട് അനുസരിച്ച് സഫലതയും പ്രാപ്തമാക്കി. എന്നാൽ സദാകാലത്തേക്ക് കൊടുങ്കാറ്റിനെ സമ്മാനമാക്കി മാറ്റി സമസ്യയ്ക്ക് പരിഹാരത്തിൻ്റെ രൂപം നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. അപ്പോൾ ബാബ് ദാദ ഇപ്പോഴത്തെ റിസൾട്ടിൽ സന്തുഷ്ടമാണ്. ഏതൊരു യോഗ തപസ്യ ചെയ്തുവോ അതിൽ ലക്ഷ്യം ദൃഢമാക്കി വെച്ചു ആവുക തന്നെ വേണം. 40 വർഷത്തെ അവ്യക്ത പാലന പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ 40 വർഷം എന്നതിൽ ആദ്യം എന്തു വരുന്നു? ബിന്ദു, 0. അപ്പോൾ 0 ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഞാൻ ഹീറോയാണ്, സത്യമായ ഹീറോ, മഹാനായ ഹീറോ. ഹീറോ പാട്ടുധാരിയായി ഓരോ കാര്യവും ഹീറോയ്ക്ക് സമാനം ചെയ്യണം. അപ്പോൾ 0 ഹീറോ. ഇത് സദാ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ബാക്കി 4 കാര്യങ്ങളുണ്ട്. അതിൽ 4 കാര്യങ്ങൾ നാച്ചുറൽ ജീവിതത്തിൽ ചെയ്യണം. ദൃഢതാപൂർവം ചെയ്യണം. ചെയ്യുമോ? തയ്യാറാണോ? എന്തു തന്നെ പരീക്ഷ വന്നാലും 4 കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ചെയ്യുക തന്നെ വേണം. ഉറപ്പാണോ? 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 പിന്നിലുള്ളവർ ഉറപ്പാണല്ലോ. അപക്വമായതിനെ മായ ഭക്ഷിക്കുന്നു. അതിനാൽ ഉറച്ചവരായിരിക്കണം. ഒരു കാര്യം ഇതാണ്: സദാ ശുഭചിന്തകൻ. ആരുടെയെങ്കിലും ദൗർബല്യം കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ദയാഹൃദയനായി ശുഭചിന്തകനായി അവർക്ക് സഹയോഗം നൽകുക തന്നെ വേണം. ദൗർബല്യത്തെ നോക്കരുത്, എന്നാൽ സഹയോഗം നൽകുക തന്നെ വേണം. ഇതിനെയാണ് ശുഭചിന്തകൻ എന്ന് പറയുന്നത്. ഉറപ്പുള്ളതായിരിക്കുമല്ലോ. ആശ്രയ ദാതാവായി ദയാഹൃദയരായി സഹയോഗം നൽകൂ. അവരിൽ നിന്നും അകന്നു മാറുകയോ വെറുക്കുകയോ ചെയ്യരുത്. ക്ഷമിക്കണം. പരവശമായവരുടെ മേൽ ഒരിക്കലും വെറുപ്പ് കാണിക്കാറില്ല. ആശ്രയം നൽകപ്പെടുന്നു. അപ്പോൾ ശുഭചിന്തകൻ. രണ്ടാമത്തേതാണ് ശുഭചിന്തനം. ഈയിടെ ബാബ്ദാദ കാണുന്നുണ്ട്
മെജോറിറ്റി കുട്ടികളിലും ഇടയ്ക്കിടയ്ക്ക് വ്യർത്ഥ സങ്കല്പങ്ങൾ വളരെയധികം നടക്കുന്നു. ഇതിൽ തൻ്റെ ശേഖരിക്കപ്പെട്ട ശക്തികൾ വ്യർത്ഥമായി പോകുന്നു. അതിനാൽ ശുഭചിന്തനത്തിനായി സ്വമാനത്തിൻ്റെ ഏതെങ്കിലും തൻ്റെ ടൈറ്റിൽ മനസ്സിന് ഹോംവർക്കായി നൽകൂ. മനസ്സിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കൂ. കർമ്മത്തിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, എന്നാൽ മനസ്സിൻ്റെ ടൈം ടേബിൾ ഉണ്ടാക്കൂ. അമൃതവേളയിൽ കൂടിക്കാഴ്ച ആഘോഷിച്ചതിന് ശേഷം മനസ്സിന് ഏതെങ്കിലും സ്വമാനം നൽകൂ. എന്നാൽ ബാബ്ദാദ കേൾപ്പിച്ചിട്ടുള്ളതുപോലെ 12-13 തവണ എല്ലാവർക്കും ടൈം ലഭിക്കുന്നു. അതിൽ റിയലൈസും ചെയ്യൂ, റിവൈസും ചെയ്യൂ. അപ്പോൾ മനസ്സ് ബിസി ആയിരിക്കുന്നതിലൂടെ വ്യർത്ഥ സങ്കല്പങ്ങളിൽ സമയം പോകില്ല, പ്രയത്നിക്കേണ്ടി വരില്ല. ഓരോ സമയത്തും സംഗമയുഗം ആഹ്ലാദത്തിൻ്റെ യുഗമാണ്. ആ ആഹ്ലാദത്തിൽ ഇരിക്കും. അപ്പോൾ രണ്ടാമത്തേത് കേൾപ്പിച്ചു, ശുഭചിന്തനം. ചെക്ക് ചെയ്യൂ, ചേഞ്ച് ചെയ്യൂ. മൂന്നാമത്തേതാണ് ശുഭവൃത്തി. അശുഭവൃത്തി വായുമണ്ഡലത്തിലും അശുദ്ധി വ്യാപിപ്പിക്കുന്നു. അതിനാൽ ശുഭവൃത്തി. നാലാമത്തേതാണ് ഓരോരുത്തരും ഈ ഒരു ഉത്തരവാദിത്വം എടുക്കണം. വിശേഷിച്ച് എൻ്റെ കാര്യം ഇതാണ്, മറ്റുള്ളവരെ നോക്കേണ്ടതില്ല. എൻ്റെ കാര്യമാണ് ശുഭവായുമണ്ഡലം ഉണ്ടാക്കുക. ഏതുപോലെ എപ്പോഴെങ്കിലും വായുമണ്ഡലത്തിൽ ദുർഗന്ധം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? സുഗന്ധം പരത്തുന്നുവല്ലോ. ദുർഗന്ധം സഹിക്കുവാൻ കഴിയില്ല. ഏതെങ്കിലും സുഗന്ധത്തിനുള്ള ഉപാധി സ്വീകരിക്കുന്നു. ഇതേപോലെ സാധാരണ വായുമണ്ഡലമോ അശുഭ വായുമണ്ഡലമോ പരിവർത്തനപ്പെടുത്തുക തന്നെ വേണം, ചെറിയവരായാലും പുതിയവരായാലും. എന്നാൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ദൃഢസങ്കല്പം ചെയ്യണം, എനിക്ക് ശുഭ വായുമണ്ഡലം ഉണ്ടാക്കുക തന്നെ വേണം. ഈ പ്രതിജ്ഞ പ്രത്യക്ഷത ഉണ്ടാക്കും. പ്രതിജ്ഞ ചെയ്യുന്നു, ബാബ്ദാദ സന്തോഷിക്കുന്നു. എന്നാൽ പ്രതിജ്ഞയിൽ ഇടയ്ക്കിടയ്ക്ക് ദൃഢത ഇല്ല. അതിനാൽ ഏതൊരു സഫലത ആഗ്രഹിക്കുന്നുവോ, എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും ഉണ്ടാകുന്നില്ല. മുഴുവൻ വിശ്വത്തിൻ്റെയും പ്രകൃതിയുടെയും ആത്മാക്കളുടെയും, ആത്മാക്കൾ എന്നതിൽ ബ്രാഹ്മണ ആത്മാക്കളും ഉൾപ്പെടുന്നു. ഓരോരുത്തരും തൻ്റെ സേവാസ്ഥാനത്തിൻ്റെ ഇങ്ങനെയുള്ള വായുമണ്ഡലം ദൃഢതയിലൂടെ ഉണ്ടാക്കൂ. അല്പം ത്യാഗം ചെയ്യേണ്ടി വന്നാൽ ചെയ്യൂ. ഇവർ ത്യാഗം ചെയ്താൽ ഞാൻ ചെയ്യും എന്നത് പാടില്ല. സിസ്റ്റം ശരിയാണെങ്കിൽ എങ്കിൽ എന്ന് പറയരുത്. എനിക്ക് ചെയ്യുക തന്നെ വേണം. വിശ്വപരിവർത്തകനാണ് എന്നതാണല്ലോ സ്വമാനം. എല്ലാവരും വിശ്വപരിവർത്തകരാണല്ലോ. കൈ ഉയർത്തൂ. ശരി, വിശ്വപരിവർത്തകർ. വളരെ നല്ലത്. അപ്പോൾ ആദ്യം ബാബ്ദാദ കാണുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. അതുണ്ട്, ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്നാൽ ഈ വർഷം ബാബ്ദാദ ചെറുതോ വലുതോ ആയ സേവാ കേന്ദ്രത്തിൽ ചുറ്റി സഞ്ചരിക്കുകയാണെങ്കിൽ വായുമണ്ഡലം എങ്ങനെയുള്ളതായിരിക്കണം? ഏതുപോലെ ഇന്നത്തെ ദിവസം സ്നേഹത്തിൻ്റെയും ശക്തിയുടേതുമാണ്, അതേപോലെ ഓരോ ഗ്രാമത്തിലെയും സെൻറ്റർ, വലിയ സെൻറ്ററും എല്ലാത്തിൻ്റെയും വായുമണ്ഡലം ചൈതന്യ ക്ഷേത്രം ആകണം. നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നതിൽ ആദ്യം ഞാൻ, ആദ്യം താങ്കൾ എന്ന് പറയരുത്, ആദ്യം ഞാൻ. കാരണം ബാബ്ദാദയും അഡ്വാൻസ് പാർട്ടിയും ഈയിടെ പ്രകൃതിയും കാത്തിരിക്കുകയാണ്. ഒരുക്കങ്ങൾ നടത്തുന്നത് താങ്കളാണ്. താങ്കൾ കാത്തിരിക്കുകയല്ല വേണ്ടത്, ഒരുക്കങ്ങൾ നടത്തണം. ഇന്ന് 4 ഭാഗത്തും ഭയം വ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും, ലോകത്തുള്ള ഭൂരിഭാഗം പേരുടെയും ഹൃദയത്തിൽ ഒരേ ഒരു സങ്കല്പമാണ്, നാളെ എന്ത് സംഭവിക്കും? താങ്കൾക്കറിയാം നാളെ എന്ത് സംഭവിക്കും എന്ന്.
അപ്പോൾ പരിവർത്തനം ഉണ്ടാക്കുന്നതിൽ ആദ്യം ഞാൻ നിമിത്തമാകും. ഈ സങ്കല്പം ആരാണ് ചെയ്യുന്നത്? ഇതിൽ കൈ ഉയർത്തു. ചെയ്യേണ്ടി വരും, മാറേണ്ടി വരും, രക്ഷകൻ ആകേണ്ടി വരും, ചിലത് ഉപേക്ഷിക്കേണ്ടി വരും, സ്നേഹം സ്വീകരിക്കേണ്ടി വരും. മനസ്സിൻ്റെ കൈയാണോ ഉയർത്തിയത്, അതോ ഈ കൈയാണോ ഉയർത്തിയത്? ആരാണ് മനസ്സിൻ്റെ കൈ ഉയർത്തിയത്? കാരണം മനസ്സ് മാറിയെങ്കിൽ വിശ്വം മാറി. അപ്പോൾ ഈ വർഷത്തിൻ്റെ സ്ലോഗൻ എന്തായിരിക്കും? എന്ത് സ്ലോഗനായിരിക്കും? നോ പ്രോബ്ലം. വിജയത്തിൻ്റെ കൊടി ഹൃദയത്തിൽ പാറും. എല്ലാവരും സദാ മനസ്സിൽ സന്തോഷത്തിൻ്റെ ഡാൻസ് ചെയ്യും. മനസ്സിൻ്റെ ഡാൻസാണ് സന്തോഷം. അപ്പോൾ ഓരോ സമയത്തും സന്തോഷത്തിൻ്റെ ഡാൻസ് ചെയ്യും. ദാതാവിൻ്റെ കുട്ടികളാണ്. അപ്പോൾ ആര് വന്നാലും ഓരോരുത്തർക്കും ഏതെങ്കിലും ഗുണത്തിൻ്റെ ഗിഫ്റ്റ് നൽകൂ. അപ്പോൾ ഒരു സെക്കൻഡിൽ ആ ദൃഢസങ്കല്പം, ദാതാവിൻ്റെ സങ്കല്പം ലിഫ്റ്റായി മാറും. സെക്കൻഡിൽ പരംധാമത്തിലോ സൂക്ഷ്മവതനത്തിലോ സ്ഥൂലമായ മധുബൻ സാകാരവതനത്തിലോ എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ പ്രയത്നമില്ലാതെ സെക്കൻഡിൽ എത്തിച്ചേരും. ആര് മുന്നിൽ വന്നാലും അവരെ വെറും കൈയോടെ അയക്കരുത്. മുഖത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ വായിലൂടെയോ ഏതെങ്കിലും ഗുണത്തിൻ്റെ സമ്മാനം കൂടാതെ കൂടിക്കാഴ്ച നടത്തരുത്. അപ്പോൾ ഈ വർഷത്തിലെ ഓരോ മാസത്തിൻ്റെയും റിസൾട്ട് തൻ്റെ പക്കലും വയ്ക്കണം. യജ്ഞത്തിൽ ടീച്ചറിലൂടെ ഓക്കെ എന്ന കാർഡ് അയക്കണം. നീണ്ട കത്ത് അയക്കരുത്, ഓക്കെയുടെ കാർഡ് അയക്കണം. കാർഡും നീണ്ടത് അയക്കരുത്. ലോകത്തിൽ അയക്കപ്പെടുന്ന കാർഡ് ഏതാണോ അതല്ല. ടീച്ചറിലൂടെ ഏതൊരു വരദാനത്തിൻ്റെ കാർഡ് ലഭിക്കുന്നുവോ അത് അയക്കണം. ഗുണങ്ങളുടെ സമ്മാനം, ശക്തികളുടെ സമ്മാനം എത്രയുണ്ട്? ലിസ്റ്റ് എണ്ണുകയാണെങ്കിൽ എത്ര വലിയ ലിസ്റ്റാണ്. എത്രത്തോളം നൽകുമോ അത്രയും കുറയുകയില്ല, വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഏതുപോലെ അത്ഭുത മന്ത്രം എന്ന് പറയുന്നുവല്ലോ, ഇത് ശിവമന്ത്രമാണ്. ഒരിക്കലും ഏതെങ്കിലും ഗുണം താങ്കളിൽ നിന്നും കുറയുകയില്ല, കൂടുതൽ വർദ്ധിക്കും. കാരണം ദാനം നൽകിയാൽ ഗ്രഹണം മാറും എന്ന് ചൊല്ലുണ്ട്. ശരി, ഇത്തവണ ആദ്യമായി വന്നവർ ആരാണോ അവർ എഴുന്നേറ്റ് നിൽക്കൂ. നല്ലതാണ്. മധ്യപ്രദേശിലെ ഗവർണർ മുന്നിലിരിക്കുകയാണ്. ഈ സംഘടനയിൽ വന്നിരിക്കുകയാണ്. നല്ലതാണ്. ബാബ്ദാദ നിങ്ങളേവർക്കും വന്നു ചേർന്നവർക്ക് ഈ വരദാനം നൽകുകയാണ്. സദാ ബാബയോട് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും തീർച്ചയായും പറയണം. കാരണം ആദ്യം കണ്ണ് തുറക്കുമ്പോൾ തന്നെ ബാബയെ കാണുകയാണെങ്കിൽ മുഴുവൻ ദിവസവും നല്ലതായിരിക്കും. അപ്പോൾ ആദ്യമായി വന്ന കുട്ടികൾക്ക് ബാബ് ദാദയുടെ കോടി മടങ്ങ് സ്നേഹസ്മരണകളും ആശംസകളും. ശരി, ഇപ്പോൾ എല്ലാവരും സദാ ഏത് 4 കാര്യങ്ങളാണോ കേൾപ്പിച്ചത്, 5-ാമത്തേത് സീറോയും ഹീറോയും കേൾപ്പിച്ചു. അപ്പോൾ ഈ കാര്യങ്ങൾ മനനം ചെയ്തുകൊണ്ട് മഗ്ന അവസ്ഥയിലിരിക്കുന്ന ബ്രാഹ്മൺ സോ ഫരിഷ്ത ആത്മാക്കൾക്ക് ദേവതയാകുന്നത് താങ്കളുടെ ജന്മസിദ്ധ അധികാരമാണ്. ഫരിസ്ത സോ ദേവത തന്നെയാണ്. അപ്പോൾ സദാ സ്നേഹത്തിൻ്റെ ലവിൽ ലീനമായ ലവ്ലീൻ ആയിരിക്കുന്നവർക്ക് സദാ ദൃഢതയുടെ സങ്കല്പത്തിൻ്റെ താക്കോൽ മനസ്സിലും ബുദ്ധിയിലും സ്മൃതിയിലും വയ്ക്കുന്നവർക്ക്. കാരണം ഈ താക്കോലിൻ്റെ പിന്നാലെ മായ വളരെയധികം ചുറ്റിക്കറങ്ങുന്നു. അപ്പോൾ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും സദാ സമർത്ഥമായിരിക്കുന്നവർക്ക് 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. ദാദിമാരോട്, ജാനകി ദാദിയോട് ചുറ്റി സഞ്ചരിച്ച് വന്നിരിക്കുകയാണ്. വളരെ നല്ലത്.
എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. ബാബയ്ക്ക് ചിത്രം ഓർമ്മ വന്നു. ജഗദംബ നടുവിൽ നിൽക്കുന്നു, കൊടി വീശുന്നു. പിന്നിൽ എല്ലാ ശക്തികളും കൂടെ നിൽക്കുന്നു. ഇപ്പോൾ ആ ചിത്രം ബാബ്ദാദ വിശ്വത്തിന് മുന്നിൽ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ ബ്രാഹ്മണരിൽ നിന്നും ഇങ്ങനെയൊരു ശക്തി സേനയെ തയ്യാറാക്കൂ. അവർ നിമിത്തമാകട്ടെ. ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് വായുമണ്ഡലത്തെ പവർഫുൾ ആക്കട്ടെ. ദൃഢസങ്കല്പമെടുക്കണം. നമ്മൾ ഈ ദൃഢസങ്കല്പം വയ്ക്കുകയാണ്. നമ്മൾ വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തി കാണിക്കും. ഈ കൊടി ഉയർത്തണം. ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെ കണ്ടെത്തൂ. അവർ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് വായുമണ്ഡലം ശരിയാക്കണം. തൻ്റെ സ്ഥിതിയിലൂടെയും വാണിയിലൂടെയും കൂട്ടുകെട്ടിലൂടെയും ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെ തയ്യാറാക്കി കാണിക്കൂ. അപ്പോൾ ബാബ്ദാദയ്ക്ക് ചിത്രം ഓർമ്മ വന്നു. അപ്പോൾ ഇത് പ്രാക്ടിക്കലിൽ നടക്കണം. സമയം ലഭിക്കുന്നില്ല എന്ന് പറയരുത്. സമയം ലഭിക്കുന്നില്ലെന്ന് ആരും പറയുകയില്ല. അഥവാ ശുഭഭാവന ഉണ്ടെങ്കിൽ സമയം ലഭിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി ബാബ്ദാദയ്ക്ക് നൽകണം. ശരി, യൂത്ത് ഗ്രൂപ്പിനോട് ഈ വർഷത്തിൽ എന്തെല്ലാമാണോ ബ്രാഹ്മണരുടെ മര്യാദകൾ, ഓരോരോ മര്യാദയും പൂർണ്ണ രീതിയിൽ മനസ്സിലൂടെ, വാക്കിലൂടെ, കർമ്മത്തിലൂടെ, സംബന്ധ സമ്പർക്കത്തിലൂടെ 4 രൂപത്തിലും പാലിക്കുന്നവർ ആയിരിക്കണം. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് തയ്യാറാക്കൂ. ഈ വർഷത്തിൽ ഒരു മര്യാദയും ലംഘിക്കപ്പെടരുത്. ഇങ്ങനെയുള്ള ഗ്രൂപ്പ് തയ്യാറാക്കൂ. പരസ്പരം തയ്യാറാക്കൂ. ആര് മുൻകൈയെടുക്കുന്നുവോ അവരാണ് അർജുനൻ. ഇഷ്ടമാണോ? ആര് ചെയ്യും? താങ്കൾ ചെയ്യുമോ? കൈ ഉയർത്തു. ചെയ്യുമോ? എല്ലാ യുവാക്കളും ചെയ്യുമോ? എത്ര പേരുണ്ട്? 400. പരസ്പരം ഗ്രൂപ്പായി ഉറപ്പിക്കൂ. പിന്നെ ഗവൺമെൻറ്റിന് കാണിച്ചു കൊടുക്കും ഇവർ മര്യാദ പുരുഷോത്തമനാണ് എന്ന്. ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്നു, പക്ഷേ ചെയ്യുവാൻ സാധിക്കുന്നില്ല. താങ്കൾ ചെയ്ത് കാണിക്കൂ. എക്സാമ്പിളായി കാണിക്കൂ. ഹോംവർക്ക് ലഭിച്ചുവല്ലോ. ബാബ്ദാദ ഇത് ആഗ്രഹിക്കുന്നു. 4 ഭാഗത്തുമുള്ള ബ്രാഹ്മണ ആത്മാക്കൾ ഈ വർഷത്തിൽ അതിശയം ചെയ്ത് കാണിക്കും. വ്യർത്ഥ സങ്കല്പങ്ങളുടെ കോലാഹലവും ഉണ്ടാകരുത്. ശുദ്ധ സങ്കല്പം ഇത്രമാത്രം ശേഖരിക്കൂ. അതിലൂടെ വ്യർത്ഥത്തിന് വരാനുള്ള സമയം ലഭിക്കരുത്. ഖജനാവ് ഉണ്ടല്ലോ. ശുദ്ധ സങ്കല്പത്തിൻ്റെ ഇത്രയും ഖജനാവ് ശേഖരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കൈ ഉയർത്തൂ. ശക്തികളുമുണ്ട്. നല്ലതാണ്. ശക്തികളും എക്സാമ്പിൾ ആകണം. പാണ്ഡവരും എക്സാമ്പിൾ ആകണം. ശരി, ബാബ്ദാദ സന്തുഷ്ടമാണ്. വരദാനം: സൂക്ഷ്മ സങ്കല്പങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മുക്തമായി ഉയർന്ന സ്റ്റേജ് അനുഭവിക്കുന്ന നിർബന്ധനരായി ഭവിക്കട്ടെ. ഏത് കുട്ടികൾ എത്ര നിർബന്ധനമാണോ അത്രയും ഉയർന്ന സ്റ്റേജിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കും. അതിനാൽ ചെക്ക് ചെയ്യൂ. മനസ്സ വാച കർമ്മണ സൂക്ഷ്മത്തിൽ പോലും ഏതെങ്കിലും ചരട് ബന്ധിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഒരു ബാബയല്ലാതെ മറ്റാരും ഓർമ്മ വരരുത്. തൻ്റെ ദേഹം പോലും ഓർമ്മ വന്നുവെങ്കിൽ ദേഹത്തോടൊപ്പം ദേഹത്തിൻ്റെ സംബന്ധം, പദാർത്ഥം, ലോകം എല്ലാം ഒന്നിനു പുറകെയായി വരും. ഞാൻ നിർബന്ധനമാണ്. ഈ വരദാനത്തെ സ്മൃതിയിൽ വച്ച് മുഴുവൻ ലോകത്തെ മായയുടെ വലയിൽ നിന്നും മുക്തമാക്കുന്നതിൻ്റെ സേവനം ചെയ്യൂ. സ്ലോഗൻ: ദേഹി അഭിമാനി സ്ഥിതിയിലൂടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചഞ്ചലതയെ സമാപ്തമാക്കുന്നവർ തന്നെയാണ് അചഞ്ചലമായി ഇരിക്കുന്നത്. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവുമായിരിക്കൂ.
സമസ്യകളുടെ ജോലിയാണ് വരുക എന്നത്. നിശ്ചയബുദ്ധിയായ ആത്മാവിൻ്റെ ജോലിയാണ് പരിഹാര സ്വരൂപത്തിലൂടെ സമസ്യയെ പരിവർത്തനപ്പെടുത്തുക എന്നത്. എന്തുകൊണ്ട്? നിങ്ങൾ ഓരോ ബ്രാഹ്മണ ആത്മാവും ബ്രാഹ്മണ ജന്മം എടുത്തപ്പോൾ തന്നെ മായയെ ചലഞ്ച് ചെയ്തു. നമ്മൾ മായാജീത് ആകുന്നവരാണ്. അപ്പോൾ സമസ്യയുടെ സ്വരൂപം മായയുടെ സ്വരൂപമാണ്. ചലഞ്ച് ചെയ്തു എന്നിരിക്കെ മായ നേരിടും. എന്നാൽ താങ്കൾ അതിനെ നിശ്ചയബുദ്ധി വിജയി സ്വരൂപത്തിലൂടെ നത്തിങ് ന്യൂ ആയി മനസ്സിലാക്കി മറികടക്കൂ. അപ്പോൾ നിശ്ചിന്ത ചക്രവർത്തി ആയി ഇരിക്കും. ഓം ശാന്തി. സ്നേഹത്തിൻ മഴയായി പെയ്തു നീ എന്നുള്ളിൽ, പാവന പ്രണയത്തിൻ പുഴയായി കടലായി. സ്നേഹത്തിൻ മഴയായി പെയ്തു നീ എന്നുള്ളിൽ, പാവന പ്രണയത്തിൻ പുഴയായി കടലായി. അറിവോടെ അറിവോടെ അകതാരിൽ നിറയും ഈ അനുരാഗത്തിരയിൽ അണിയുന്നു ഞാൻ. സ്നേഹത്തിൻ മഴയായി പെയ്തു നീ എന്നുള്ളിൽ, പാവന പ്രണയത്തിൻ പുഴയായി കടലായി. എത്ര നാൾ കാത്തു നിൻ കാലൊച്ച കേൾക്കുവാൻ, ഇത്ര നാൾ എന്തേ മറഞ്ഞു നിന്നു. ഇത്ര നാൾ കാത്തു നിൻ കാലൊച്ച കേൾക്കുവാൻ, ഇത്ര നാൾ എന്തേ മറഞ്ഞു നിന്നു. കണ്ണുകളെന്നും കാണാൻ കൊതിച്ചപ്പോൾ, കണ്ണുകളെന്നും കാണാൻ കൊതിച്ചപ്പോൾ, കൺമറയാതിൻ മുന്നിലണഞ്ഞു. സ്നേഹത്തിൻ മഴയായി പെയ്തു നീ എന്നുള്ളിൽ, പാവന പ്രണയത്തിൻ പുഴയായി കടലായി. എത്ര നാൾ വീട്ടിയൻ ഹൃദയവീണയിൽ, ഇത്ര നാൾ എന്തേ നീ കേട്ടതില്ല. എത്ര നാൾ വീട്ടിയൻ ഹൃദയവീണയിൽ, ഇത്ര നാൾ എന്തേ നീ കേട്ടതില്ല. മാനസമെന്നും അലിയാൻ കൊതിച്ചപ്പോൾ,
രസമെന്നും അലിയാൻ കൊതിച്ചപ്പോൾ മധുര പ്രണയത്തിൻ സ്വരഗംഗയായി നീ സ്നേഹത്തിൻ മഴയായി പെയ്തു നീ എന്നുള്ളിൽ പാവന പ്രണയത്തിൻ പുഴയായി കടലായി അലിവോടെ അറിവോടെ അകത്താരിൽ നിറയുമീ അനുരാഗത്തിരയിൽ അലിയുന്നു ഞാൻ സ്നേഹത്തിൻ മഴയായി പെയ്തു നീ എന്നുള്ളിൽ പാവന പ്രണയത്തിൻ പുഴയായി കടലായി